എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു നല്ല റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പരാതിയാണ് ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ, ഫുഡൊന്നും ഇല്ലയെന്ന്. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണല്ലോ പേര്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒരു ഫുഡ് റെസിപ്പീസൊക്കെ ഇടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമ്മൾ മാവൊക്കെ ഉണ്ടാക്കി കുറേ സമയം വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് തോന്നും ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ആയതുകൊണ്ട് സോഫ്റ്റ് ആവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കാൻ തോന്നും, കാരണം അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഈ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാരണം ഞാനത് അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ആദ്യം ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ കൊത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നല്ല വറുത്തിട്ടുള്ള അരിപ്പൊടി എടുക്കാം. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല കേട്ടോ. ഇത് അപ്പം പൊടി അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി ഇതിനൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു പൊടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്ത പൊടിയായാലും കുഴപ്പമില്ല, നല്ല വറവുണ്ടായാൽ മതി. പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് പൊടി ഈ പാത്രത്തിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പഴം ഉണ്ടെങ്കിൽ ഒരു 3 ചെറുപഴം, ഒരു ആവറേജ് വലുപ്പമുള്ളത്, കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ അത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മധുരത്തിന് ഞാൻ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിട്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ശർക്കരയ്ക്ക് അനുസരിച്ചിട്ട് മധുരമൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഗ്ലാസും 1 ടേബിൾ സ്പൂണുമാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ശർക്കരയ്ക്ക് ചിലപ്പോൾ ഇതുപോലത്തെ കറുത്ത ശർക്കര അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം കുറവാകും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ചേർത്താൽ മതി ആവശ്യത്തിനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിലിട്ട് വറുത്തതാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ. എന്നിട്ട് അത് വറവായ ശേഷം അതിലേക്ക് 1 സ്പൂൺ എള്ളും കൂടെ, കറുത്ത എള്ളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത്. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എള്ള് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്താലും മതി, അല്ലെങ്കിൽ തേങ്ങ വറക്കുമ്പോൾ അതിലേക്ക് ഇടാം, ഏതായാലും മതി. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഞാനതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ശർക്കര നീരെടുത്തില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു രീതിയിൽ വരുന്നവരെ കുറേശ്ശെയായിട്ട് ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അധികം ഒന്നിച്ച് ചേർക്കണ്ട കേട്ടോ, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. ഇനി നമ്മൾ ഈ മാവിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൈവച്ച് ഇങ്ങനെ എടുത്തിട്ട് 2 പിഞ്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു രീതിയിലാണ് മാവ് ഉണ്ടാവുക. അപ്പോൾ കൂടാനും കുറയാനൊന്നും പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലേശം ഏലക്കായുടെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ ഒരു ഓയിലൊക്കെ ഒഴിച്ച് അപ്പച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹൈ ഫ്ലെയിം വെച്ചാൽ അപ്പം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്, ഉള്ളിൽ വേവേമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുറത്ത് നല്ല മൊരിഞ്ഞിട്ടുള്ള, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഒരു 2 മണിക്ക് വേറൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരെ അതും കൂടെ കണ്ടു നോക്കാം കേട്ടോ. ഇനി നാളെ വരാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.